ഇന്നേ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് മുട്ടയും നൂഡിൽസും കൂടിയുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നൂഡിൽസ് നിസാൻ നൂഡിൽസാണ്. ഏത് നൂഡിൽസ് വേണമെങ്കിലും എടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇതായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാൽ, അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ട് 2-3 മിനിറ്റായി. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അത് തിളയ്ക്കുന്ന പരുവത്തിലായി, അത്രയ്ക്ക് ചൂടായിട്ടുണ്ടായിരുന്നു പാന്. നമ്മൾ നൂഡിൽസ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മസാല ഉണ്ടാകുമല്ലേ, മസാല കവർ ഉണ്ടാകും. ഉണ്ടോ, ഇതുപോലത്തെ മസാല കവർ ഉണ്ടാകാം. മസാല ഞാൻ എടുത്ത് മാറ്റി വെച്ചു, അതോടെ ഇരിക്കട്ടെ. നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ മുഴുവൻ ഞാൻ എടുക്കത്തില്ല കേട്ടോ, കുറച്ചിടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകും. നമ്മളുടെ ശരിക്കും പറഞ്ഞ മാഗിയുടെ അകത്തുള്ള മസാല കുറച്ചിടണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതിനുശേഷം ഞാൻ ആ തിളച്ച വെള്ളത്തിലേക്ക് ആ പീസ് നൂഡിൽസ് ഇറക്കി വെച്ചു. ഞാൻ വറ്റിച്ചാണ് എടുക്കുന്നത്. നമ്മൾക്കത് വറ്റിച്ച് എടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ വെള്ളം വെച്ച് വേവിച്ച് ഊറ്റിയെടുക്കാം. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ഞാൻ 1 പാക്കറ്റ് മസാല പൊട്ടിച്ചിട്ട് കൊടുത്തു ആ വെള്ളത്തിലേക്ക്. അത് വറ്റി വരുമ്പോൾ ആ മസാലയൊക്കെ പിടിച്ച് വരുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഞാനൊന്ന് മൂടി വെച്ചു. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ചു. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ നൂഡിൽസൊക്കെ സോഫ്റ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മാഗി നൂഡിൽസിനേക്കാളും കുറച്ചും കൂടി വേവുണ്ട് കേട്ടോ. ഈ നിസാൻ നൂഡിൽസിന് കുറച്ചുകൂടി വലുതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വേവ് കൂടുതലുണ്ട്. ഇപ്പോൾ അതിനെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. വീണ്ടും ഞാൻ 2-3 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ചു. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴേ നമ്മളുടെ നൂഡിൽസ് എല്ലാം സോഫ്റ്റായി വെന്തൊക്കെ വന്നിട്ടുണ്ട്. വീണ്ടും കുറച്ച് വെള്ളം അതിലുണ്ട്, അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് നമ്മളെ മസാലയൊക്കെ ആ നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് വരുവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ വെള്ളവും ഒന്ന് വറ്റി വരണം. അതിനായിട്ട് തന്നെ 2 മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചായിരിക്കണം നമ്മൾ വേവിക്കേണ്ടത്. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇളക്കുന്നുണ്ടല്ലോ, അപ്പോൾ ചൂട്ടി പിടിക്കത്തില്ല. ഇപ്പം നമ്മളുടെ നൂഡിൽസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മസാലയെല്ലാം ആ നൂഡിൽസിൽ പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ടൊന്ന് തണുക്കാൻ വെക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകും. പിന്നെ നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതവിടെ ഇരിക്കട്ടെ. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു 3 മുട്ടയാണ് ഉടച്ചൊഴിച്ച് കൊടുക്കുന്നത്. 3 മുട്ടയും പാത്രത്തിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുത്തു. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇരിക്കുന്ന മുട്ടയാണെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറൊക്കെ ആയിട്ട് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം പാത്രത്തിലേക്ക്. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ കുറച്ച് ഒരു ചെറിയ സവോള, അതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സവോളയും ക്യാരറ്റും ഇടുന്ന പച്ചക്കറികളെല്ലാം മാറ്റി. ഒത്തിരി പച്ചക്കറിയൊന്നും ഞാൻ ഇടുന്നില്ല. ഈ ക്യാരറ്റും ഇട്ടു, സവോളയും ഇട്ടു. അതിൻ്റെ മേലിലേക്ക് കുറച്ച് മല്ലിയില ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ, അതുകൊണ്ട് തന്നെ കുറച്ച് മുരിങ്ങയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തു. ഇതെല്ലാം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇട്ടതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. മുട്ടയും വെജിറ്റബിളും ഒക്കെ നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ബാക്കി ഉള്ളത് ഇത്രയും ഉള്ളത് ഞാനത് മാറ്റി വെച്ചു. ഇപ്പം നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട്
അടിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ടു. അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഇനിയിപ്പോൾ ഒരു പാന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ കടുകെണ്ണയോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അത്ര നല്ലതല്ല, കുഴപ്പമില്ല, എന്നാലും ഇത് വെളിച്ചെണ്ണയിൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. നമ്മളിതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ മറ്റുള്ള റൈസ് ബ്രാനോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കടുകെണ്ണയോ ഒക്കെ ആയിരിക്കും നല്ലത്. ഞാൻ അതിലേക്ക് നമ്മൾ 3 മുട്ട ഉടച്ച് വെച്ചിരിക്കുന്നതിൻ്റെ പകുതി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പകുതി മാറ്റി വെച്ചു. ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കറക്കി എല്ലാ ഭാഗത്തും ആ മുട്ട, നമ്മൾ സാധാരണ മുട്ട പൊരിക്കും പോലെ തന്നെ എല്ലാ ഭാഗത്തും ഇതുപോലെ വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുവാണെങ്കിൽ അത് മുകളിൽ നിന്നും സൈഡിലേക്കൊക്കെ വരും, നടുക്ക് നിന്നും സൈഡിലേക്കൊക്കെ വന്ന് എല്ലാ സ്ഥലത്തും ഒരുപോലെയാകും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൂടി നിന്നാൽ ആ ഭാഗം മാത്രം വേകാതെ വരും. അതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും ഒന്ന് പരത്തി ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി, അതെല്ലാ സ്ഥലത്തേക്കും ഒഴുകി വ്യാപിച്ചോളും. ഞാൻ എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ ആക്കി കൊടുത്തു. ഇനി നമ്മൾക്കത് ഉടനെ തന്നെ അത് വേകുന്നതിന് മുമ്പ് തന്നെ നമുക്കതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതുപോലെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് എടുത്ത് ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കണം അതിൻ്റെ മുകളിൽ. കണ്ടോ? അപ്പം ഞാനത് മുഴുവനും നിരത്തി, എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. നമ്മൾക്ക് ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിക്ക് കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ ബാക്കി വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ നിന്നും ബാക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ സ്ഥലത്തും വരുന്ന വിധത്തിൽ, അതിൻ്റെ എല്ലാ ഭാഗത്തും വീഴുന്ന വിധത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് നിരത്തി കൊടുക്കാം. ആ മുട്ടയുടെ കൂട്ട് എല്ലാ സ്ഥലത്തും വരണം. അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി മുട്ട കുറവാണെങ്കിൽ ഒരു മുട്ടയും കൂടി അടിച്ച് നന്നായിട്ട് അടിച്ചിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ സ്ഥലത്തും വരണം മുട്ട. കണ്ടോ? ഇതുപോലെ എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്ന് നിരത്തി കൊടുത്താൽ മതി. മുട്ട കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു മുട്ടയും കൂടി നന്നായിട്ട് ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് അടിച്ച് മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ ആ മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ക്യാരറ്റും സവോളയും അതുപോലെ ആ മുരിങ്ങയിലയും അതുപോലെ ആ വേപ്പിലയും പച്ചമുളകും എല്ലാം മാറ്റി വെച്ചിരിക്കുന്ന എല്ലാം ഒന്നും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും ആ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി എല്ലാ സൈഡും ഒരുപോലെ വരുന്ന വിധത്തിൽ ഒന്ന് അമർത്തി കൊടുത്തു. അതിനുശേഷം ഞാനൊന്ന് മൂടി വയ്ക്കുകയാണ്. ഒരു 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾക്ക് മൂടി വയ്ക്കാം. അപ്പം മൂടി വെച്ചപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. വീണ്ടും ഞാൻ തുറന്നു. കുറച്ച് ചില്ലി ഫ്ലേക്സ് അതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയും, അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ അപ്പം മൂടി വെച്ചപ്പോഴാണ് ഞാനത് ഇട്ടില്ലല്ലോ എന്ന് ഓർത്ത് അതെടുത്ത്. അതുപോലെ തന്നെ ആ മസാല, നമ്മളുടെ ആ നൂഡിൽസിലുണ്ടായിരുന്ന മസാലയില്ലേ, ഒരു പാക്കറ്റ് നമ്മൾ ആദ്യം ഇട്ടു, പിന്നെ ഒരു പാക്കറ്റ് ഇതുപോലെ നമ്മൾ ആ മുകളിൽ ആ വെജിറ്റബിളൊക്കെ നിരത്തിയതിന് ശേഷം അതിലേക്ക് ആ ബാക്കി 4 പാക്കറ്റ് ഉണ്ടാകും. ഒരു പാക്കറ്റ് നമ്മൾ ആദ്യം ഇട്ടു, പിന്നെ ഒരു പാക്കറ്റ് ബാക്കിയുള്ളതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇതുപോലെ ഒന്ന് വിതറി കൊടുത്തു. എരിവും വേണമെങ്കിൽ എരിവും ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു ഭംഗിയും ആയിക്കോട്ടെ എന്നോർത്ത്. അപ്പം മൂടി വെച്ചപ്പോഴാണ് ഞാൻ ഓർത്ത് ഇതിട്ടില്ലല്ലോ എന്ന്. ഉടനെ മൂടി തുറന്ന് ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി നമുക്ക് മൂടി കൊടുക്കാം. ഒരു 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 4 മിനിറ്റ്. മുട്ടയാണ്, ഒത്തിരി തീ കൂടി പോരുത്, അടിഭാഗം കരിഞ്ഞു പോകും. ഇപ്പം അടിഭാഗം വെന്തിട്ടുണ്ട്.
അപ്പം അതിന് ഞാനതൊന്ന് മറിച്ചിടാൻ നോക്കുകയാണ്. അപ്പം അത് നമ്മൾ വെച്ചിരിക്കുന്ന പാനേക്കാളും കുറച്ചും കൂടി വലിയ പാൻ എടുത്ത് അതിൽ കുറച്ച് എണ്ണയൊക്കെ തൂത്ത ശേഷം നമ്മൾക്ക് ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് ആ വലിയ പാനിലേക്ക് തിരിച്ചിട്ടു. നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. തട്ടിയൊക്കെ കൊടുക്കുക. കണ്ടോ, നമ്മളുടെ പുറം അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചിട്ട ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം നമുക്ക്. അതിനായിട്ട് നമ്മളതിനകത്ത് എണ്ണയൊക്കെ തൂത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടിഭാഗം കൂടി ഇപ്പോൾ വെച്ചിരിക്കുന്നതിൻ്റെ അടിഭാഗം കൂടി നമുക്ക് മൊരിഞ്ഞ് കിട്ടണം. കണ്ടോ, ഇപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പം അത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇപ്പം അത് അടിഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമ്മൾക്ക് ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിടണം. ചെറിയ ചൂടുണ്ട്. ഞാൻ ചൂടോടെ തന്നെ അങ്ങ് മറിച്ചിടുകയാണ്. ചൂട് ആറണമെന്നൊന്നുമില്ല, ഞങ്ങൾക്കിവിടെ കഴിക്കാൻ ധൃതിയായി. അതുകൊണ്ട് തന്നെ പാത്രത്തിലേക്കിട്ട് ഞാൻ മറിച്ചിടുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടോ എന്ന്. പാത്രത്തിലേക്ക് തിരിച്ച് സൂപ്പർ. കണ്ടോ, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നമ്മളുടെ മുട്ട നൂഡിൽസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നൂഡിൽസുമായി മുട്ടയുമായി വെജിറ്റബിളുമായി എല്ലാം കൂടി ചേർത്ത നല്ല ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഉണ്ടാക്കി വന്നപ്പോൾ സമയം പോയി. അതുകൊണ്ട് ആറാണെന്ന് നോക്കിയിരുന്നില്ല. പെട്ടെന്ന് മറിച്ച് തിരിച്ച് ഇട്ട് ഞങ്ങൾ കഴിക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നൂഡിൽസ് നമ്മൾ പല വിധത്തിലും പല വെറൈറ്റിയിലും നൂഡിൽസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. നമ്മൾക്ക് ഒരു 3 പേർക്ക് നന്നായിട്ട് കഴിക്കാവുന്ന രീതിയിലാണ് 4 പീസ് കൊണ്ട്, അതുപോലെ 3 മുട്ടയും 4 പീസ് നൂഡിൽസും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഒന്ന് മുറിച്ച് നോക്കാം നമുക്ക്. പതുക്കെ ജസ്റ്റ് വളരെ സോഫ്റ്റ് ആണല്ലോ, പതുക്കെ ഒന്ന് മുറിച്ച് നോക്കാം. മുറിച്ചു നമുക്ക് പതുക്കെ ഒന്ന് പൊക്കിയെടുക്കാം. നടുഭാഗം കൂടി ഒന്ന് വിടിയിക്കട്ടെ. ഉണ്ടോ, മുറിച്ചു. ഉണ്ടോ, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കണ്ടേ. നമ്മുടെ നൂഡിൽസൊക്കെ നന്നായിട്ട് വെന്ത് ആ മുട്ടയോട് ചേർന്ന് ഇരിക്കുന്ന കണ്ടോ. ആഹാ, വളരെ ടേസ്റ്റാണ്. നല്ല മണം വരുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ മുട്ട നൂഡിൽസ് റെഡിയായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചതാണിന്ന്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.